കർത്താവും എന്റെ ദൈവവും എന്നേറ്റു പറഞ്ഞ് ഭാരതസഭയുടെ പിതാവായ അപ്പസ്തോലനായ വിസ് തോമസ് ലിഹായെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചി, ഈ ഫോട്ടോയിൽ കാണുന്നതാരാണ്? വിശുദ്ധ തോമസ് ലിഹ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ, ദീദീമസ് എന്നും അറിയപ്പെടുന്നു. ഓഹോ, തോമാസ്ലിഹയുടെ തിരുനാൾ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഇന്ന് ജൂലൈ 3 വിക്രാൻ എന്ന പേരിലാണ് നമ്മൾ ആചരിക്കുന്നത്. വിശുദ്ധ തോമസ്ലിഹ ഇന്ത്യയിലെത്തിയത് ഏത് വർഷമാണ്? AD 52 തോമസ് ലിഹ ഇന്ത്യയിലെത്തിയത്. ചേച്ചി, വിശുദ്ധ തോമസ്ലിഹ കേരളത്തിൽ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ തോമസ്ലിഹ കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണോ? അതെ, അത് ശരിയാണ്. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, വിഴം, ഇടയ്ക്കും, കൊല്ലം എന്നിവയാണ് പള്ളികൾ. വിശുദ്ധ തോമസ് ലിഹ എവിടെയാണ് രക്തസാക്ഷിയായതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. ചെന്നൈയിലെ മൈലാപ്പൂരിലാണ് വിശുദ്ധ തോമസ് ലിഹ രക്തസാക്ഷിയായത്. വിശുദ്ധ തോമസ്ലിഹയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും ത്യാഗമനോഭാവത്തോടെയും ജീവിക്കുക എന്നതാണ്. വിശുദ്ധ തോമസ് ലിഹ ഈശോയുടെ ശിഷ്യനാവുന്നതിന് മുമ്പ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ഭാരതസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു.